1 പത്രോസ് 4:6 ഈ ദർശനങ്ങളും വെളിപാടുകളും എല്ലാം 4 വർഷം കഴിയുമ്പോഴേ കർത്താവാക്കുതൽ വരുവുള്ളൂ ശരിക്കും. അതുകൊണ്ടാണ് കാത്തിരിക്കാൻ ഹബക്കൂക്ക് പ്രവാചകൻ 2 തൊട്ട് 4 വരെയുള്ള വചനത്തില് സ്വസ്ഥതയുമായിട്ടിരിക്കാൻ. വചനം വന്ന് നിങ്ങൾ നിറഞ്ഞ് ആത്മീയ ശക്തിയിലെല്ലാം ആയിക്കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന അപ്പം സംഭവിച്ചിരിക്കും. അതാണ് ആമോസ് പ്രവാചകൻ 3 1 തൊട്ട് 7 വരെയുള്ള വചനം. അപ്പോൾ അവർക്ക് വിശ്വാസം കൊടും. നിങ്ങൾ തെറ്റില്ല, തെറ്റ് വരാൻ സാധ്യമല്ല. കാരണം ആത്മാവാണ് പറയുന്നത് ഇന്ന സംഭവിക്കുമെന്ന്. ഉദാഹരണമേ, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ പറയുമായിരുന്നു അവരോട്, 6 മാസത്തിന് മുമ്പ് 6-7 മാസം കോട്ടയത്ത് പോയി. ഒരു വീട്ടിൽ പോയിരുന്ന ചേട്ടനും അനിയനും ഉണ്ട്. വചനം കൊടുക്കുകയാണ്. വചനം കൊടുത്ത് ചേട്ടൻ വചനമൊന്നും സ്വീകരിക്കണില്ല. മണി നോക്കിയാണ്. ഊണ് കഴിക്കാൻ സമയമായെന്ന്. 12 മണിനകത്ത് നോക്കുമല്ലോ. അങ്ങനെ നോക്കുന്നവരുടെ ദൈവം എവിടെയാണ്? ആ വചനം പറയാമോ? ഫിലിപ്പിയ 3:19 ഉത്തരമാണ് അവരുടെ ദൈവം. അവരാണ് ഈ മണിനോട്ടം, കൈനോക്കം, സമയം, ടൈമായി വാച്ച്. വേഗം നമ്മൾ പോകണം അവിടെ നിന്ന്. ആവ് നിയന്ത്രിച്ച് വരുമ്പോ തന്നെ ദൈവസ്നേഹം വരും. ദൈവസ്നേഹം വരുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹമാണ് ആദ്യം അവിടെ തുടങ്ങുന്നത്. അപ്പൊ നാക്കിനെ നിയന്ത്രിക്കാനുള്ള സങ്കീർത്തനം വീണ്ടും വരണം. 109 2 തൊട്ട് 6 വരെയുള്ള വചനത്തില് നാക്കിനെപ്പറ്റി, ഈ നാക്കിനെപ്പറ്റി വായിച്ചു വരുമ്പോൾ വീണ്ടും നാക്കിനെ നിയന്ത്രിക്കാൻ തോന്നും. നാക്കിനെ നിയന്ത്രിക്കുമ്പോൾ എന്താ തുടങ്ങുന്നത്? ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 9:27 എന്നെ തന്നെ, ഞാനെല്ലാം പറയുന്നു, പക്ഷെ എന്നെ തന്നെ നിയന്ത്രിച്ചിരിക്കണമെന്ന്. ഈ ആത്മനിയന്ത്രണം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്കിനെ നിയന്ത്രിച്ചിരിക്കണം. ഇത് വലിയ രഹസ്യമാണ്, ആത്മീയ രഹസ്യമാണ്. സുഭാഷിതങ്ങൾ 10:19 ഇന്ന് വായിച്ചു. സുഭാഷിതങ്ങൾ 13:3 പ്രോവേർബ്സ് സുഭാഷിതങ്ങൾ 15:4 ഒന്ന് വായിച്ചത്. നാക്കിനെ അപവാദം പറയുന്നവൻ മൂഢനാണ്. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും. കണ്ടോ? ഇതുകൊണ്ടാണ് ഈ കോടതിയിലൊക്കെ ക്രോസ് ചെയ്യുന്നത്, കടവാഹനം ഇട്ടുണ്ട് ക്രോസ് ചെയ്യണത്. വേണ്ടാത്തൊക്കെ പറയുന്നറിയാതിന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ വക്കീലിന്റെ നാവെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നാവെന്ന് എല്ലാരും വെച്ചിരിക്കുന്നത്. ഇല്ല നുണയെല്ലാം കൂട്ടി. പക്ഷെ ദൈവം വക്കീലിനെ അനുഗ്രഹിച്ചാല ദൈവത്തിന്റെ നാവാക്കി ദൈവം എടുക്കും. കാരണം അത്രയും വലിയ നാക്കായിരിക്കും, ഷാർപ്പനായിരിക്കും. അത് നമ്മുടെ വക്കീലിനെ ദൈവത്തിന്റെ വക്കീലാക്കി കൊണ്ടുവരും ദൈവം. ശക്തമായ പ്രവാചകരാക്കി മാറ്റും, ശക്തനാക്കി മാറ്റും കർത്താവ്. അല്ലെ നോക്കിയോ, നേരത്തെ പരിധി ചെയ്യുന്നതാണ്. ഓരോരുത്തർ അറിയാൻ സാധിക്കും ആരൊക്കെ കർത്താവിന് ശക്തിയായിട്ട് വരുന്നു, ആരെല്ലാം ലേസി ആയിട്ടിരിക്കുമെന്ന്, ആരെല്ലാം മുൻകൂട്ടി കാണിക്കും കർത്താവ്. അതറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ശാസനം കൊടുക്കും. അറിയാമോ? കൂടുതൽ വേർഡ് ഓഫ് ഗോഡും കൂടുതൽ ശാസനങ്ങളെല്ലാം കൊടുക്കുന്നവര് ദൈവം കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ദൈവം എന്നല്ല പറയുന്നത്, നിങ്ങളുടെ ആത്മീയമായ ഗുരുവായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 4:14-17 വചനത്തില് നിങ്ങൾക്കെല്ലാം ആത്മീയ ഗുരു വേണം. 10,000 ഉപദേഷ്ടാക്കളുണ്ടാകും ലോകത്തിൽ എവിടെ ചെന്നാലും. പക്ഷെ ആത്മാവിൽ വളരാൻ ഒരു പിതാവേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്രഭാഷണം 37 7-15 വരെയുള്ള വചനത്തില് നിങ്ങളെ പറ്റിച്ചുകളെ ഉപദേഷ്ടാക്കള് കേട്ടോ. അവർക്ക് ഇഷ്ടമനുസരിച്ച് ഉപദേശിച്ചു തരും. അവരുടെ ബുദ്ധിക്ക് അതീതമായി. മറ്റേ ദൈവത്തിന്റെ ആത്മാവിലായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആ ആത്മീയ ഗുരു വചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എല്ലാ കാര്യത്തിനും ചിന്തിക്കുന്നത്. ജ്ഞാനം ഉണ്ടാകണം, നല്ല ജ്ഞാനം ഉണ്ടാകണം. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 8 32-36 വചനത്തിലും, പ്രഭാഷകൻ 6 18-37 വചനത്തിലും ജ്ഞാനമാണ്. ജ്ഞാനം തേടിയാണ് നിങ്ങൾ പോകേണ്ടത്. ജ്ഞാനി അന്വേഷിച്ചാ പോകേണ്ടത്. സുഭാഷിതങ്ങൾ 4:7 എല്ലാം വിറ്റ് ജ്ഞാനം തേടുക എന്നെല്ലാം പറയുന്നത്. ധനത്തെക്കാളും പ്രധാനം ജ്ഞാനമാണെന്ന് ജ്ഞാനം 8-ാം അധ്യായത്തില്, ജ്ഞാനം 8 1-8 വരെയുള്ള വചനം.
ജ്ഞാനം വരുമ്പോൾ നിങ്ങൾ എല്ലാം കേൾക്കും. നിങ്ങൾ ദൈവം തരുന്ന സ്വത്തൊന്നും പോയില്ല, അതെല്ലാം സുരക്ഷിതമായിരിക്കും. അല്ലെങ്കിൽ അതെല്ലാം വേഗം അവസാനിക്കും. ഒറ്റ ഒപ്പിട്ട് കൊടുത്താൽ മതി പോയി ബാങ്കില്. വേഗം വിലങ്ങും പോകണ്ട. അത് ഇപ്പോഴത്തെ ബാങ്ക് മാനേജേഴ്സ് വേഗം നിങ്ങളെ കുപ്പിയിലാക്കിക്കളെ. കണ്ടോ? അവരെന്താ പറയാമോ? ഏത് വചനമാണ് അവരുടെ പ്രവർത്തിക്കുന്നത്? ബാങ്ക് മാനേജേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. യെസ്, ലൂക്ക 16:8 വാക്യത്തില് അവർ ഈ ലോകത്തിന്റെ ബുദ്ധിമാന്മാരാണ്. ഇപ്പൊ എടുത്ത ബുദ്ധി വേഗം നല്ലൊരു ബിസിനസ്സും പറഞ്ഞു തരും. അവിടെ വന്ന മറ്റവര് കിട്ടി, അവര് അങ്ങനെ ഇത്രയും കോടി ഉണ്ടാക്കി. ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങള് വല വീണു. ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഉടനെ കൊണ്ട് ആധാരവും എല്ലാം എടുത്ത് മറ്റേ ആധാരവും എല്ലാം കൊണ്ട് കൊടുത്ത് ബിസിനസ് തുടങ്ങി. ഇപ്പൊ 2 പാർട്ട്നേഴ്സിനെ ചേർക്കണമെന്ന് അവർ പറഞ്ഞു തരും നിങ്ങളോട്. നിങ്ങളത് വിശ്വസിച്ച് അഗ്രീം ചെയ്യും. ഈ പാർട്ട്നേഴ്സ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരാണ് ഈ 2 കൊരിന്ത്യർ 6 14 തൊട്ട് 18 വരെയുള്ള കിടക്കുന്ന വചനത്തിൽ കിടക്കുന്നതാണ് പാർട്ട്നേഴ്സ്. മനസ്സിലായി? പിന്നെ ഏത് വചനമാണെന്ന് പറയാമോ? ഗലാത്യ 4:17 നിങ്ങളോട് താല്പര്യം കാണിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ താല്പര്യമാണോ? നിങ്ങളെ പറ്റിക്കാനാണ്. കണ്ടോ? യാക്കോബ് 3:13 തൊട്ട് 16 വചനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പൈശാചിക ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് സംഭവിക്കാൻ പോണത് എന്താണ്? എഫോസസ് 4:13 വാക്യത്തില് നിങ്ങളെ എന്തിലൊക്കെ പെടുത്തും? ആദ്യം കൗശലം പ്രയോഗിക്കും, പിന്നെ വഞ്ചന, പിന്നെ തെറ്റില്. കുടിക്കാത്തള ഒരു പെഗ് കുടിപ്പിക്കും ആദ്യം, കേട്ടോ? പിന്നെ കുടിച്ചിട്ടുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും? അവര് ഏത് വിസ്കിയാണ് ഇഷ്ടമെന്ന് നോക്കും. നിങ്ങൾ അത് ക്ലബിൽ ചോദിച്ചാൽ പറഞ്ഞു തരും. ബാർമാൻ ക്ലബിലെ ബാർമാനെ വിളിച്ചിട്ടും ചോദിച്ചാൽ ഒരു 100 രൂപ 500 രൂപ കൊടുക്കുമെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും തരും ഇങ്ങോട്ട്. അവിടെ ക്ലബിൽ എന്തെല്ലാം കാണിച്ചു കൂട്ടണമെന്ന്, ഏതെല്ലാം താല്പര്യമാണെന്ന് എല്ലാം അവൻ അറിയും, കേട്ടോ? നിങ്ങള് അറിയുമോ? ഇല്ല, നിങ്ങൾക്ക് ജ്ഞാനമില്ല. യാക്കോബ് 3:17 ഉണ്ടെങ്കിലോ ജ്ഞാനമുണ്ടെങ്കിലോ അവന് വല്ലതും നടക്കുമോ? നിങ്ങൾ മത്തായി 10:16 ആവും. എന്താണ് മത്തായി 10:16? സർപ്പത്തെ പോലെ വിവേകിയാണെന്ന് കർത്താവ് പറഞ്ഞല്ലേ? അതുപോലെയാവും നിങ്ങൾ, സർപ്പത്തെ പോലെ. അപ്പൊ എവിടെ ചെന്നാലും സർപ്പത്തെ പോലെ വിവേകിയായി പ്രവർത്തിക്കും നമ്മൾ. എല്ലാം മുൻകൂട്ടി കാണാം. അപകടങ്ങളെല്ലാം മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഒരാളുടെ സംസാരത്തിൽ നിന്ന് അയാളെ അറിയാൻ സാധിക്കും. എഫോസസ് 5:3-5 വനത്തില് വ്യർത്ഥഭാഷണം, ചാവല്യം, മ്ലേച്ഛത, ഇത് 3 പുരുഷന്മാർക്ക് സഹോദരന്മാർക്കുണ്ടെങ്കിൽ അവർ പൈശാചികശക്തിയിലായിരിക്കും. പറയുന്നതെല്ലാം മ്ലേച്ഛ വർത്തമാനമായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സഹോദരികളാണെങ്കിൽ എന്താണ്? ഡ്രസ് നോക്കിയാൽ മതി, തലമുടിയും ആഭരണവും നോക്കിയാൽ മതി, ഉടനെ അറിയാം. പ്രഭാഷകൻ ഏതിലാണ്? 19, 29, 30 വാക്യത്തിൽ വേഷം, ഭൂഷണം, നടപ്പ് ഒക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് 1 പത്രോസ് 3 1 തൊട്ട് 5 വരെയുള്ള വചനത്തില് നന്മ പ്രവർത്തിക്കുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ സഹോദരർക്ക് വിശുദ്ധരാകാമെന്ന്. ആദ്യം പറയുന്ന ഭർത്താവിന് വിധേയത്വം വരിക. ഭർത്താവിന് വിധേയത്വം വരുമ്പോൾ തന്നെ എല്ലാം ദൈവം കൊടുത്തു. അതാണ് ഉത്തമ ഭാര്യയുടെ ഗുണം. സുഭാഷിതങ്ങൾ 31:10 വാക്യത്തിൽ പറഞ്ഞെന്താണ്? അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തെന്ന് തോന്നുന്നു. 10 വാക്യം ഒന്ന് വായിച്ചോ. ഉത്തമ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം കിട്ടിയിരിക്കുന്നതാണ് ഉത്തമ ഭാര്യമാരെ. ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ. ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഉത്തമ ഭാര്യ എന്തെല്ലാം ദാനങ്ങൾ കൊടുക്കുന്നല്ലേ? ആ ദൈവഭക്തിയുള്ളവന് കിട്ടുന്ന കൃപയാണത്. ആ ദൈവഭക്തിയാണ് അപ്പൊ എല്ലാത്തിനും അടിസ്ഥാനം. സകലത്തിന് അടിസ്ഥാനം വരുന്നത് ഈ നാക്കിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏതൊക്കെ വായിച്ചു? ഇപ്പോ സങ്കീർത്തനം 52, ഇനി 58 വായിച്ചോ? വായിക്കും 3-4.
58 3-4 വാക്യം. സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് അറിയണം, നിങ്ങൾ ദുഃഖത്തിലും ദുരിതത്തിലും പ്രയാസങ്ങളും സാമ്പത്തിക ഞെരുക്കത്തിലും എല്ലാവിധ കടബാധ്യതകളിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായി ശത്രുക്കളെ നിങ്ങൾ ആക്രമിക്കുന്ന സമയങ്ങൾ, ശത്രുക്കളെ നിങ്ങൾ ദുഷിക്കുന്ന സമയങ്ങൾ, ഇതെല്ലാം വരും. ഇതെല്ലാം കൂടിയല്ല കുറയുകയില്ല. അറിയണം. നിങ്ങൾ ഇതൊക്കെ അവസാനിച്ചൊന്നുമില്ലേ? ഈശോയിൽ വരുമ്പോ ഇത് കൂടും പ്രപ്പോർഷൻ. ഈശോയിൽ ഇല്ലാത്തവർക്ക് ഒന്നും ഉണ്ടാകില്ല. തന്നെയും കുട്ടിച്ച് പാട്ടും പാടി തലയിൽ കെട്ടി കണക്കാം. ഈശോയിൽ വരുമ്പോഴേ ഇതെല്ലാം ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ടാണ് സങ്കീർത്തനം 109 20 വാക്യം, കർത്താവിന് എതിര് പറയുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഭയങ്കരമാണ്. 109 6 തൊട്ട് 19 വചനം ഉത്തരവും. 109 20 വാക്യം എഴുതിയോ? അവിടെ എഴുത്, ഒരു ചോദ്യം തന്നെ വിട്, എന്നിട്ട് അതിന്റെ ഉത്തരം 6 മുതൽ 19 വനം വരും. പോയി വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ അറിയാം ഈശോയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന, അതായത് ഈശോയിൽ പ്രവർത്തിക്കുന്നവർക്ക്, നമുക്കെതിരായി പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതായിരിക്കുമെന്ന്. ദൈവം സമ്മതിക്കില്ല. ഭയങ്കരമാണത് കേട്ടോ. അത് നടന്നിരിക്കും. കാരണം സങ്കീർത്തനത്തിൽ കൂടിയാണ്. ഇതുകൊണ്ടാണ് സങ്കീർത്തനം വായിക്കേണ്ടത്. സങ്കീർത്തനം വായിക്കുമ്പോൾ ആത്മീയ ശക്തി നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ പ്രയാസങ്ങള്, ചിലപ്പോ മക്കളുടെ പ്രയാസങ്ങള് കേട്ടോ, ചിലപ്പോ ഭാര്യമാരില്ല, ഭർത്താക്കന്മാരില്ല, ചിലപ്പോ കുടുംബത്തിലെ അസ്വസ്ഥകള്, ഇതെല്ലാം വരുമ്പോ ചിലപ്പോ ശത്രു പീഡനങ്ങള്, സങ്കീർത്തനം 27 എടുത്ത് വെച്ച് വായിക്കണം. ആ സമയത്ത് ആത്മധൈര്യം കിട്ടാൻ നമ്മളെല്ലാം മനുഷ്യരാണ്. മത്തായി 26:41 ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. ഏറ്റവും ബലഹീനമായ മനുഷ്യര്, ഒന്നിനും കൊള്ളാത്ത അവസ്ഥയാണ് നമ്മുടെ. യെശയ്യാ 41:14 പുഴുക്കളാണെന്ന് പറയുന്നത്, വെറും ശ്വാസമാണെന്നാണ് പറയുന്നത്. യെശയ്യാ 2:22 ഒരു നിശ്വാസം മാത്രമെന്ന്. ഈ അവസ്ഥകളിൽ നാം ആരെ ആശ്രയിക്കും? യേശുവിന്. അതിനാണ് സങ്കീർത്തനങ്ങൾ വായിക്കുന്നത്. രാത്രി ഇരുന്ന് സങ്കീർത്തനം 119 വായിരി. കുറച്ചു നാൾ കഴിഞ്ഞാൽ എവിടെ വരും നിങ്ങൾ? എവിടെയായിരിക്കും? നിങ്ങൾ ജ്ഞാനത്തിലോട്ട് കടക്കും, ആത്മീയ ചൈതന്യത്തിലോട്ട് കടക്കും. അപ്പോഴാണ് വിവേചനപരം, വിവേചന ശക്തി എല്ലാം കിട്ടുന്നത്. അതില് സങ്കീർത്തനം 119 ഓരോ വചനം വെച്ചിട്ട് ധ്യാനിക്കണം. ഓരോ വചനം വെച്ചിട്ട് ധ്യാനിക്കുക. ഒരു ദിവസം 10 വചനം എടുത്തിട്ട് അത് വെച്ച് ധ്യാനിക്കുക. ധ്യാനിക്കും തോറും അത് അങ്ങോട്ട് ഇളകി. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. യോഹന്നാൻ 12:24 ഗോതമ്പ് മണി അതുപോലെ ഇരുന്നാല് അതുപോലെ ഇരിക്കും. അത് അഴുക്കാൻ തുടങ്ങിയാല് ഫലം പലപ്പോഴും. ഇത് നിങ്ങളുടെ നമ്മുടെ അവസ്ഥയാണ്. ഒന്ന് വായിച്ചെന്റെ മാർക്കോസ് 4 ഒന്ന് വായിക്കുന്നത് 4 26 തൊട്ട് 29 വനൊന്ന് വായിച്ചെന്റെ. പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അപ്പൊ ഈ നിങ്ങൾ അറിയാതെ തന്നെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ 4 കൊല്ലം ഭയങ്കര സംശയങ്ങളായിരിക്കും. തൊട്ട സംശയമായിരിക്കും. 4 കൊല്ലം കഴിയുമ്പോ ആരും പഠിപ്പിക്കണ്ട, നിങ്ങളുടെ കൃപയിലായി. മനസ്സിലായ? അപ്പോഴാണ് നിങ്ങൾ ഓരോരുത്തരും കൊച്ചു ദൈവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾ തന്നെ പോകും. പിന്നെ നിങ്ങൾ പോയി എവിടെയൊക്കെ കൊടുക്കും? റോമ 15-ാം അധ്യായത്തില് 14 തൊട്ട് 21 വരെയുള്ള വാനത്തില്, എഫേസോസ് 2 20 തൊട്ട് 22 വനം 2 വായിരി. അതായത് അപ്പോസ്തലനായിട്ട് നിങ്ങളെ വിടുന്നത്, നിങ്ങൾ തന്നെ പോയി കഴിഞ്ഞാൽ അനേകം നിങ്ങളിൽ കൂടി മനസാന്തരം കൊടുക്കും കർത്താവ്. ദൈവം ഉപയോഗിക്കുന്ന നിങ്ങളെയാണ്. നിങ്ങളെ അതിനാണ് ഈ സമയത്ത് മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം വചനം കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടുവന്ന് വചനം നിങ്ങളെ ഹൃദയത്തിലാക്കി തരുന്നത്. അപ്പൊ 4 കൊല്ലം പല സംശയങ്ങളുണ്ടാവും. ഓരോ ദിവസവും ആ സംശയം വചനം കൊണ്ട് മാറ്റിത്തരും. എല്ലാം വചനമാണ്. ഏതെടുത്താലും വചനമുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകനിൽ പറയുന്ന 34 16-ാം വാക്യം, എല്ലാത്തിനും ഇണയുണ്ടെന്ന് പറയുന്നത്.